ഗുഡ് ഈവനിങ് ടു ഓൾ. സോ എമ്പുരാൻ 250 കോടി ക്രോസ് ചെയ്ത് ഇൻഡസ്ട്രിയൽ ഹിറ്റടിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത മൂവി. ഈ വീഡിയോ മെയിൻ ആയിട്ട് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എമ്പുരാൻ 250 അടിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ഈ കുറച്ച് ഫാൻസ്, അത് മോഹൻലാലിന്റെ ഹേറ്റേഴ്സ് ആവാം, മഞ്ഞുമൽ ബോയ്സ് മൂവീസിനായിട്ട് എമ്പുരാൻ കമ്പയർ ചെയ്യണം. കാരണം ഈ മഞ്ഞുമൽ ബോയ്സ് ലോ ബഡ്ജറ്റ് മൂവിയാണ്, എന്നിട്ട് 250 കോടി അടിച്ചു. അപ്പോൾ അതിന്റെ പ്രോഫിറ്റ് വലുതാണ്, എമ്പുരാന് പ്രോഫിറ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിഗ്രേഡ്. എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം, അങ്ങനെ ഒരു മലയാള സിനിമനെ മലയാളികൾ വന്നിട്ട് ഡിഗ്രേഡ് ചെയ്തത്. കാരണം ഈ മലയാള മൂവിക്ക് ഒരു പാൻ വേൾഡ് റീച്ച്, പാൻ ഇന്ത്യ റീച്ച് കിട്ടണമെങ്കിൽ ഇതേപോലത്തെ ബിഗ് ബഡ്ജറ്റ് മൂവീസ് വേണം. എന്നാലേ ഈ മലയാളം മൂവീസ് എല്ലാവരും ഒന്ന് അറിയുള്ളൂ. പണ്ട് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി ഇൻഡസ്ട്രി കഴിഞ്ഞിട്ട്, ബോളിവുഡ് കഴിഞ്ഞിട്ട് പിന്നെ മോളിവുഡ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ നോക്കിയേ, കാലം കഴിയുന്തോറും ഇപ്പൊ മോളിവുഡ് ഒന്നും ആയിരിക്കും വേണ്ട. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബോളിവുഡും ടോളിവുഡും കോളിവുഡും കന്നഡ ഫിലിം ഇൻഡസ്ട്രീസ് വരെ ഇപ്പൊ മേപ്പോട്ട് കയറുന്നു. നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിക്ക് ഒരു ഗ്രോത്ത് വേണമെങ്കിൽ ഇതുപോലത്തെ ഹൈ ബഡ്ജറ്റ് മൂവീസ് വേണം. എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ഗോകുലം ഗോപാലിനോടാണ്. കാരണം ആളാണ് ശരിക്കും പഴശ്ശിരാജ മൂവി ആ സമയത്ത് അത്രയും ബഡ്ജറ്റുള്ള പടം എടുത്തിട്ട് ആ പടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും എന്ന് തെളിയിച്ചത്. വലിയ ലാഭം സിനിമയ്ക്ക് കിട്ടിയില്ലെങ്കിലും അതൊരു നമ്മുടെ മൂവിക്ക് ഒരു പാൻ ഇന്ത്യൻ റീച്ചാണ് കൊടുക്കുന്നത്. സോ അപ്പൊ ഇതേപോലത്തെ 250 കോടി മൂവി ഒക്കെ ഇതേപോലത്തെ 180 കോടിയുടെ ബഡ്ജറ്റിലൊക്കെ വലിയ പടങ്ങൾ വരുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത പടത്തിനെ ഹിറ്റാക്കണേ ഞാൻ പറയുള്ളൂ. അത് മഞ്ഞുമൽ ബോയ്സ് ആയാലും ഇപ്പോ എമ്പുരാനായാലും ഇതേ ബസൂക്ക രമ്മുണ്ട്. ബസൂക്കിനെ നമ്മ നല്ല രീതിയിൽ കണ്ട് ഹിറ്റാക്കി അതൊരു നല്ലൊരു പാൻ ഇന്ത്യൻ റീച്ച് കൊടുക്കണമെന്നേ പറയുള്ളൂ. ബസൂക്ക പക്ഷെ പ്രൊമോഷൻ ഭയങ്കര കുറവാണെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. അത്ര പ്രൊമോഷൻ പോരാ. പിന്നെ ഞാൻ മെയിൻ ആയിട്ട് പണ്ടേ തന്നെ പറയാന്ന് വിചാരിച്ചൊരു കാര്യമാണ്. അതായത് പണ്ട് 90s ഈ സുരേഷ് ഗോപിയുടെ മൂവീസൊക്കെ തെലുങ്കില് മൊഴി മാറ്റിക്കൊണ്ടുവരുന്നു. എന്തിന്? അവിടുത്തെ ടോപ്പ് ആക്ടേഴ്സിന്റെ പടത്തിനെ പോലും വെട്ടിക്കുന്ന രീതിയിൽ പടത്തിന് കളക്ഷൻ വന്നപ്പോൾ തെലുങ്ക് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ഇൻഡസ്ട്രി അവിടുന്ന് മൊത്തത്തിൽ ബാൻ ചെയ്തു. ആ സെയിം ഇൻഡസ്ട്രിയിലെ പടങ്ങളാണ് ബാഹുബലി, പുഷ്പ. ഇതൊക്കെ നമ്മ ഭയങ്കരമായിട്ട്, അതായത് മലയാള സിനിമയെ തള്ളിക്കളഞ്ഞിട്ട് നമ്മ എൻജോയ് ചെയ്യുന്നു. സോ ആ ഒരു നമ്മളെ ബാൻ ചെയ്ത ആൾക്കാരുടെ പടം, ഇത് ഞാനൊരു നെഗറ്റീവായിട്ട് പറയല്ല. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിജയ്, സൂര്യ ഇവരൊക്കെ മൂവീസൊക്കെ വരുമ്പോൾ മലയാളികളുടെ 40% ഒക്യുപ്പൻസി ഉള്ള മൂവീസ് പോലും തിയേറ്ററിൽ നിന്ന് മാറ്റണം. അതായത് മലയാളികൾ തന്നെ മലയാള സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കുറച്ച് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നി. അതെനിക്ക് മെയിൻ ആയിട്ട് ഈ തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു വലിയ പടം വലിയൊരു ഹിറ്റിലോട്ട് പോകുമ്പോൾ തന്നെ നെഗറ്റീവ് പറയുന്നത് കേട്ടിട്ടാണ് എനിക്ക് ഒരു എമ്പുരാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും, ആയവരുണ്ടാവും. എനിവേസ് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു നോട്ടബിൾ മൂവി കിട്ടി എന്നുള്ളത് തന്നെ ചിന്തിക്കാതെ ഇങ്ങനെ ഡീഗ്രേഡിങ് അത് അത്രയും നല്ലതായി തോന്നിയില്ല. ഈ ഡീഗ്രേഡിങ്ങിന്റെ കലിപ്പൊക്കെ തീരാൻ പോണ ബസ്സൊക്കെ വരുമ്പോഴാണ്. സോ അപ്പൊ നമ്മുടെ ബിഗ് സ്റ്റാർസിന്റെ മൂവീസ് വരുമ്പോ ഒരു ടീം ഇങ്ങനെ വന്നിട്ട് നെഗറ്റീവ് അടിച്ച് ഇതാണ് ഗ്രോത്ത് വരാത്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂവീസിന് നല്ല രീതിയിൽ ഗ്രോത്ത്, ഇപ്പൊ അന്യഭാഷയിലെ നടന്മാരൊക്കെ വാങ്ങണ പോലെ നമ്മുടെ ആക്ടേഴ്സിനൊക്കെ അത്രയ്ക്കും റെമ്യൂണറേഷൻ ഒക്കെ വാങ്ങണമെങ്കിൽ പടം ഒന്ന് നല്ല പാൻ ഇന്ത്യൻ റീച്ച് എങ്ങനെ വരണം. എന്നിട്ട് പാൻ വേൾഡ് നോക്കാം. ആദ്യം പാൻ ഇന്ത്യൻ റീച്ച് വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, ടോപ്പ് സൂപ്പർ സ്റ്റാർസ് ദുൽഖർ ആയിക്കോട്ടെ, ഇതൊന്നും മലയാളത്തിൽ കാണുന്നില്ല, എല്ലാം തെലുങ്കിലൊക്കെ പോകണം. കാര്യം എന്താണ്? ഇതിനെ ഡീഗ്രേഡിങ് തന്നെയാണ് മെയിൻ പ്രശ്നം. പ്ലീസ് ഡോണ്ട് ഡീഗ്രേഡ് ദ മൂവീസ്, പ്രത്യേകിച്ച് ഇതേപോലത്തെ ബിഗ് ബഡ്ജറ്റ് മൂവീസ് ഒക്കെ. സോ support all movies and thank you and congrats to Emburan team and best of luck to Bazooka team. ദയവേത് ബസൂക്ക മൂവീസിൽ ഈ എമ്പുരാൻ ടീംസിന്റെ ആൾക്കാർ പോയി കലിപ്പ് കാണിക്കരുത്. എങ്ങനെയെങ്കിലും നമ്മുടെ മലയാള പടം കയറട്ടെ, ഞാൻ അതേ പറയുന്നുള്ളൂ. ഗുഡ് ബൈ.